ബംഗ്ലാദേശിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ അകന്നു പോകും തോറും അത് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതൊരൽപ്പം ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു കാര്യവുമാണ്. കാരണം രാജ്യത്തിൻ്റെ ഇരുവശത്തും ശത്രുക്കളാകുക എന്നത് അത്ര ഗുണകരമായ ഒരു കാര്യമല്ല. ഇപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ സ്നേഹപ്രകടനങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാനികൾക്ക് വിസ ഒഴിവാക്കി കൊടുക്കുന്നു. അതുപോലെ പ്രതിരോധ ഇടപാടുകൾ പാകിസ്ഥാനുമായി നടത്തുന്നു. കടൽ മാർഗം ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടുതൽ അടുക്കുകയാണ്. മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഢാക്ക ഇസ്ലാമാബാദിനെ അങ്ങ് ചെന്ന് കണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇത് എന്ത് രാഷ്ട്രീയ നീക്കമാണ് എന്ന് ഇന്ത്യ സഗൗരവം വീക്ഷിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷയെ അപകടത്തിലാക്കുമോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഢാക്കയിലെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ പൗരന്മാർക്കും പാകിസ്ഥാൻ വംശജർക്കുമൊക്കെ വിസ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് അവരുടെ വിദേശത്തുള്ള കേന്ദ്രങ്ങളോട്. ഇത് അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു നയപരമായ മാറ്റമാണ്. ബംഗ്ലാദേശിൻ്റെ വിദേശത്തുള്ള കേന്ദ്രങ്ങളോട് ഒക്കെ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ പൗരന്മാർക്ക് ആവശ്യമായ സഹായം ബംഗ്ലാദേശിലേക്ക് വരണമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാണ്. പാകിസ്ഥാൻ പൗരന്മാർക്ക് ബംഗ്ലാദേശ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നേരത്തെ അതിനൊരു NOC ഒക്കെ ആവശ്യമായിരുന്നു. സുരക്ഷാ ക്ലിയറൻസ് നേടണം എന്ന നിർബന്ധം ഒക്കെ ഉണ്ടായിരുന്നു. ഈ നിബന്ധനയൊക്കെ ഇടക്കാല സർക്കാർ നീക്കുകയാണ്. ബംഗ്ലാദേശിലെ ഈ ഇടക്കാലത്ത് വന്നിട്ടുള്ള ഈ മുഹമ്മദ് യൂനുസ് സർക്കാർ ഇതെല്ലാം മാറ്റുകയാണ്. 2019 ഷെയ്ഖ് ഹസീന ഇത്തരത്തിൽ പാകിസ്ഥാനികൾക്ക് ബംഗ്ലാദേശിൽ വരുമ്പോൾ സുരക്ഷാ സേനാ വിഭാഗത്തിൽ നിന്ന് NOC ക്ലിയറൻസ് വേണം എന്നൊക്കെയുള്ള നിബന്ധനകൾ വെച്ചത്. ഇതൊക്കെ ഇപ്പോൾ മാറ്റാൻ തയ്യാറാകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്നാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ NOCകളുടെ ആവശ്യം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആവശ്യമില്ലാതാകുന്നു. ഇന്ത്യയുടെ ബദ്ധവൈരിയാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പാകിസ്ഥാനുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിലൂടെ ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യക്ക് ചില സൂചനകൾ നൽകുകയാണ്. വിസ ഫീസ് ഈടാക്കാതെ ബംഗ്ലാദേശികൾക്ക് യാത്ര ചെയ്യാം എന്ന് സെപ്റ്റംബറിൽ ഇസ്ലാമാബാദും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെ നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നു. അങ്ങനെ ആരംഭിക്കും എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും, അതായത് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള അവസാന വിമാന സർവീസ് നടന്നത് 2018 പാകിസ്ഥാൻ്റെ ഇൻ്റർനാഷണൽ എയർലൈൻസാണെന്ന സർവീസ് നടത്തിയത്. അപ്പോൾ അവർ തമ്മിലൊരു നല്ല ബന്ധം ആയിരുന്നില്ല. അത് എന്നാൽ മാറുകയാണ്. നവംബറിൽ കറാച്ചിയിൽ നിന്നുള്ള ഒരു പാക് ചരക്ക് കപ്പൽ ബംഗ്ലാദേശിൻ്റെ തെക്ക് കിഴക്കൻ ചിറ്റഗോങ് തുറമുഖത്ത് ഡോക്ക് ചെയ്തു. 47 വർഷത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു സമുദ്രബന്ധം വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 47 വർഷമില്ലാത്തൊരു കാര്യം ഇപ്പോൾ പുനഃസ്ഥാപിക്കുകയാണ്. മേഖലയിൽ ഉടനീളം വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഇത് എന്ന് ഢാക്കയൊക്കെ പറയുന്നു. പാകിസ്ഥാൻ പ്രതിനിധി സെയ്ദ് അഹമ്മദ് മറൂഫ് ഈ ചടങ്ങിൽ പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് മാത്രമാണ്. റൂട്ട് ഇരുവശങ്ങളിലേക്കുമുള്ള ബിസിനസ് പുതിയ അവസരങ്ങൾ തുറക്കും എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രവുമല്ല, സെപ്റ്റംബറിൽ ബംഗ്ലാദേശും ഈ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നീക്കിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന എല്ലാ ചരക്കുകളും ബംഗ്ലാദേശിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് കപ്പലുകളിലാണെങ്കിൽ കൂടി അത് ശ്രീലങ്കയിലോ മലേഷ്യയിലേക്കാണ് ആദ്യം കയറ്റി അയക്കുക. ഈ കപ്പലുകൾക്ക് ബംഗ്ലാദേശ് അധികൃതരിൽ നിന്ന് നിർബന്ധിത പരിശോധന ആവശ്യമാണ്. ആയുധ വ്യാപാരമാണ് മറ്റൊരു പ്രധാന കാര്യം. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി വെറും 3 ആഴ്ച കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിൽ നിന്നും സൈനിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനാണ് ബംഗ്ലാദേശ് തീരുമാനിച്ചിരിക്കുന്നത്. ഢാക്ക അതിനുള്ള ഓർഡർ നൽകുകയും ചെയ്തു. 4000 റൗണ്ട് പീരങ്കിയുടെ വെടിമരുന്ന്, 2000 റൗണ്ട് ടാങ്കിൻ്റെ വെടിമരുന്ന് യൂണിറ്റുകൾ, അതുപോലെ 40 ടൺ RDX സ്ഫോടക വസ്തുക്കൾ, 2900 ഉയർന്ന തീവ്രതയുള്ള പ്രൊജക്ട് ലൈറ്റുകൾ. ഇതൊക്കെ സൈനിക ആവശ്യങ്ങൾക്കായി ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചില ഇറക്കുമതികൾ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഈ എണ്ണം പതിവിലും വളരെ
കൂടുതലാണ് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു 12,000 വെടിയുണ്ടകളുടെ ഓർഡറൊക്കെ ഇതിനു മുമ്പ് നൽകിയതായി ചില വിവരങ്ങളുണ്ടെങ്കിലും ഇത്രയും വലിയ തോതിൽ ഈ സൈനിക ആവശ്യത്തിനുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ ഇറക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശും പാകിസ്ഥാനും നേരത്തെ അവരുടെ ബന്ധം അത്ര നന്നായിരുന്നില്ല. സങ്കീർണമായ വിഷയങ്ങളിലൂടെയൊക്കെ അത് കടന്നുപോയിരുന്നു. ഇന്ത്യയുടെ സൈനിക പിന്തുണയോടെയാണ് മുമ്പ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് വിളിച്ചിരുന്ന ഈ പ്രദേശം മോചിതമാകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അത് ബംഗ്ലാദേശ് ആകുന്നു. 1971 വിമോചന യുദ്ധം മുതൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും അത്ര നല്ല ഒരു സൗഹൃദമല്ല പങ്കിട്ടതെന്ന് എല്ലാവർക്കും അറിയാം. അവർ തമ്മിൽ പരസ്പരം സംശയിച്ച് നിന്നവരാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ മിക്ക വിഷയങ്ങളിലും ഈ ബംഗ്ലാദേശ് ഇന്ത്യയോട് ചേർന്നാണ് നിന്ന്. ഇന്ത്യൻ താല്പര്യങ്ങളും ബംഗ്ലാദേശ് താല്പര്യങ്ങളുമൊക്കെ ഏറെക്കുറെ ഒന്നായിരിക്കുന്നു. എന്നാൽ ഹസീന പുറത്തായതോടെ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ മാറി. സെപ്റ്റംബറിൽ ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സെയ്ദ് അഹമ്മദ് മറൂഫ് സർക്കാരിൻ്റെ ഇടക്കാല ബ്രോഡ്കാസ്റ്റിംഗ് IT ഉപദേഷ്ടാവ് നഹീദ് ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ബംഗ്ലാദേശിലെ IT ഉപദേഷ്ടാവിനെ കണ്ടു എന്നതൊരു സാധാരണ കൂടിക്കാഴ്ച മാത്രമല്ല കേട്ടോ. ദീർഘകാല സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഇരുവരും അന്ന് ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് 1971 വിമോചന യുദ്ധത്തെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും അതൊക്കെ ചർച്ച ചെയ്ത് ആ ചോദ്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണമെന്നാണ് ഇരുവരും അന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്. ഈ പ്രശ്നം 71 ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറൂഫ് പറയുകയും ചെയ്യുന്നു. ബംഗ്ലാദേശും അതുപോലെ പാകിസ്ഥാനുമായി 1971 ഉടലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അവരും അങ്ങനെ വേണം എന്നാഗ്രഹിക്കുന്നതായി IT ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നു. പിന്നെ വേറൊരു കാര്യം, മുഹമ്മദ് അലി ജിന്നയുടെ 76ാം ചരമവാർഷികം സെപ്റ്റംബർ 11 ഢാക്കയിൽ ആചരിച്ചു എന്നതാണ്. ഢാക്കയിലെ നാഷണൽ പ്രസ് ക്ലബ്ബ് ഒരു അനുസ്മരണ സമ്മേളനം തന്നെ നടത്തി. അതിൽ പ്രഭാഷകരായി എത്തിയവരൊക്കെ പാകിസ്ഥാൻ്റെ സ്ഥാപക നേതാവിനെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് കാരണക്കാരനായ ജിന്നയെ പ്രശംസിക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാനായി. ജിന്ന ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ നിലവിൽ വരില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാൻ ഇല്ലായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് തന്നെ ജനിക്കുമായിരുന്നില്ല എന്നവർ പറയുന്നു. മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ രണ്ടായി മുറിച്ച് അതിലെ ജനതയെ അടർത്തിക്കൊണ്ടുപോയൊരു മനുഷ്യനെ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നു. അതുമാത്രവുമല്ല, ബംഗ്ലാദേശിലെ ജനങ്ങളോട് എടുത്ത ഒരു സമീപനം എന്തായിരുന്നു എന്നത് പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്നാണ് വിമോചന സമരം നടക്കുകയും വിമോചന പോരാട്ടം നടക്കുകയും പിന്നീട് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഉയരുകയാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് നമുക്ക് ഗുണകരമാകില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി അങ്ങനെ വലിയ തോതിൽ അടച്ചുകെട്ടിയൊരു അതിർത്തിയല്ല. നിരവധി സുഷിരങ്ങൾ ആ അതിർത്തിയിലുണ്ട്. പലപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടക്കാറുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിലൂടെ ചരക്കും ആളുകളും ഒക്കെ എളുപ്പത്തിൽ വരുന്ന ചില സാഹചര്യമൊക്കെ ഉണ്ട്. ന്യൂഡൽഹിയിലെ സുരക്ഷാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികളൊക്കെ ഇത് സംബന്ധിച്ച് വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. പുതിയ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സൗഹൃദം തീവ്രവാദത്തിനും അതിർത്തി കടക്കാനുള്ള വഴിയൊരുക്കുമോ എന്ന് നമ്മൾ ഭയക്കുന്നു. കള്ളക്കടത്തിന് കാരണമാകുമോ എന്ന് നമ്മൾ ഭയക്കുന്നു. ഈ ആശങ്ക വേണമെങ്കിൽ അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെ നമുക്ക് പറയാം. കാരണം നമ്മുടെ സൈനിക ശക്തി വളരെ വലുതാണ്. ഇത് നിയന്ത്രിക്കാനൊക്കെ നമുക്ക് കഴിയും. എങ്കിലും അത് തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 2004 ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഏകദേശം $4.5 മില്യൺ വിലമതിക്കുന്ന 1500 പെട്ടി ചൈനീസ് വെടിമരുന്ന് പിടിച്ചെടുത്തിരുന്നു. ഇത് ബംഗ്ലാദേശിൽ നിന്ന് കടത്തിയതാണ്. നിരോധിത ഗ്രൂപ്പായ ഉൾഫയെ ഉദ്ദേശിച്ചാണ് ഈ സാധനം വന്നത് എന്നന്ന് ഇന്ത്യൻ ഏജൻസികൾക്ക് വ്യക്തമായതാണ്. ഈ നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ISI ആണ് എന്ന കാര്യവും അന്ന് വെളിപ്പെട്ടതാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള തലവേദനകൾക്കാണ് ഇനി വഴിവെക്കുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു എന്നത് രാജ്യത്തെ ആകെ അസ്ഥിരപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ യൂനസ് പറയുന്നത്. ഇത് ന്യായമല്ല. ബംഗ്ലാദേശിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇന്ത്യ നിലകൊള്ളുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അവർക്ക് ശബ്ദം നൽകുന്നു എന്നാരോപിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം വിമർശിക്കുകയാണ്.
ഇസ്കോണിൻ്റെ ഒരു മുൻ പുരോഹിതൻ ചിന്മയോ കൃഷ്ണദാസിൻ്റെ അറസ്റ്റിനൊപ്പം രാജ്യത്ത് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ നടന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു. അവിടെയുള്ള സ്ഥിതിഗതികൾ വഷളാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തെ സംരക്ഷിക്കണം എന്ന് ബംഗ്ലാദേശിനോട് ഇന്ത്യ പലതവണയായി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇടക്കാല സർക്കാരിനോട് ഇന്ത്യ ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ഡാക്ക തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ്? അത് വെറും പ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇതേ അഭിമുഖത്തിൽ തന്നെ യൂനുസ് പറയുന്നത് ഇതെല്ലാം വെറും പ്രചരണങ്ങളാണ്, തൻ്റെ കീഴിലുള്ള ബംഗ്ലാദേശിനെ ഒരു അഫ്ഗാനിസ്ഥാൻ പോലെയായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ യഥാർത്ഥ വസ്തുതകളിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നത് സംശയിക്കേണ്ടിയിരിക്കും. അതായത് ഈ പ്രചരണങ്ങളെയൊക്കെ തകർക്കാൻ ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ അവർ ഇപ്പോൾ ആലോചിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ആയാലും പാകിസ്ഥാനുമായുള്ള ഈ കൂട്ടുകെട്ട് ഒരു കാര്യം വ്യക്തമാക്കുന്നു: ബംഗ്ലാദേശ് എന്ത് നയമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നത്. ബംഗ്ലാദേശ് ഏത് തരത്തിലാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്നൊക്കെ ഈ ബന്ധം തന്നെ വിളിച്ചു പറയുന്നു.